അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ മങ്കൂസ് മൗലൂദിൻ്റെ മൂന്നാമത്തെ അയ്ക്കായത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി വബാരിക് അലൈഹി. വറുവിയ അന്ന ആമിനത റളിയല്ലാഹു തആല അൻഹ റഅത് ഹീന വളഅതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൻ അല്ലാഹ ലഹു കുസൂറു ബുസ്റ മിൻ അർളിശ്ശാം. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച സമയത്ത് ഒരു പ്രകാശം കാണുകയുണ്ടായി. ആ വെളിച്ചത്തിൽ ഷാമിലെ അഥവാ സിറിയയിലെ ബുസ്രയിലെ കൊട്ടാരങ്ങൾ വരെ പ്രകാശിക്കുകയുണ്ടായെന്ന് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉർവിയന്ന ആമിനത റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ലമ്മ വദഅതുഹു മദത്തു ഐനി ലി അൻദുറ വലദി ഫലമ്മറഹു. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെടുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവനെ ഒന്ന് കാണാനായി ഞാൻ കണ്ണുകളുയർത്തി നോക്കി, എന്നാൽ എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ല. സുമ്മ വജത്തുഹു ഫിൽ മിഖ്ദഇ വഹുവ മക്ഹൂലും മദ്ഹൂനും മഖ്തൂൻ. പിന്നീട് തൊട്ടടുത്ത അറയിൽ അഥവാ ചെറിയ മുറിയിൽ ഞാൻ അവനെ കണ്ടെത്തി. അവൻ കണ്ണെഴുതപ്പെട്ടവനായും എണ്ണ പുരട്ടപ്പെട്ടവനായും ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായും നിലകൊള്ളുകയായിരുന്നു. മൽഫൂഫും ബി സൗബിൻ മിനസ്സൂഫിൽ അബിയദി അൽയന മിനൽ ഹരീർ. പട്ടിനേക്കാൾ മൃദുവായ വെളുത്ത ഒരു കമ്പിളി വസ്ത്രത്തിൽ അവൻ പൊതിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. യഫൂതീബു മിൻ ജനാബിഹി. അവൻ്റെ ശരീര വശങ്ങളിൽ നിന്ന് നറുമണം പരന്നൊഴുകുന്നുണ്ടായിരുന്നു. ഫജഅൽതു അൻദുറു ഇലൈഹി വഇദാ മുനാദി യുനാദി അഖ്ഫൂ അൻ അയ്നിന്നാസ്. ഞാൻ അവനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇവനെ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്നും മറച്ചു വയ്ക്കുക. ഖാലത്ത് ഫമാ കാന ഗൈബത്തുഹു വഹുദൂറുഹു ഇല്ലാ കലംഹിൽ ബസർ. ആമിന ബീവി പറഞ്ഞു, അവൻ്റെ മനോഹര രൂപം എൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞു പോയതും പിന്നീട് തിരികെ വന്നതും ഒരു കണ്ണു ചിമ്മുന്ന സമയത്തിനുള്ളിൽ മാത്രമായിരുന്നു. വലമ്മാ കുന്തു മുതഹയ്യിറതൻ മിൻ ദാലിക ഇദം ബിസലാസതി നഫരിൻ ഖദ് ദഖലൂ അലയ്യ കഅന്ന ഉജൂഹഹും അഖ്മാർ. ഈ സംഭവം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു നിൽക്കെ പെട്ടെന്ന് 3 ആളുകൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. അവരുടെ മുഖങ്ങൾ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നവരായിരുന്നു. വഫീ യദി അഹദിഹിം ഇബ്രീഖും മിനൽ ഫിദ്ദത്തി വമഅൽ ആഖിരി തശ്തും മിനസ് സബർജദിൽ അഖ്ളർ. അവരിൽ ഒരാളുടെ കയ്യിൽ വെള്ളിയുടെ ഒരു കൂജയും മറ്റൊരാളുടെ പക്കൽ പച്ച മരതകത്തിൻ്റെ ഒരു പാത്രവും ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ജനനസമയത്തുണ്ടായ അത്ഭുതകരവും പരിശുദ്ധവുമായ സംഭവങ്ങളാണ് ഈ വരികളിൽ ആമിന ബീവി വിവരിക്കുന്നത്. കുഞ്ഞ് പിറന്നയുടൻ തന്നെ സുന്നത്ത് ചെയ്യപ്പെട്ട അവസ്ഥയിലും കണ്ണെഴുതി സുഗന്ധപൂരിതനായി വസ്ത്രം ധരിച്ച നിലയിലുമായിരുന്നു. ആകാശലോകത്തു നിന്ന് മലക്കുകൾ വന്ന് കുഞ്ഞിനെ പരിശുദ്ധമായി കഴുകി വന്ദിക്കാൻ എത്തിയ സംഭവങ്ങളാണ് 3 വ്യക്തികളുടെ രൂപത്തിൽ ഇവിടെ കാണിക്കുന്നത്. വഫീ യദി സാലിസി അരീറത്തും ബൈളാഉ മത്വിയ. മൂന്നാമത്തെയാളുടെ കയ്യിൽ ചുരുട്ടിവെച്ച വെളുത്ത പട്ടുതുണി ഉണ്ടായിരുന്നു. ഫനശറഹ ഫഇദാ ഖാതമൻ യുഹയ്യിറു അഅ്യുനൻ നാദിരീൻ മിൻ ശിദ്ദത്തി നൂരിഹി. അദ്ദേഹം അത് നിവർത്തിയപ്പോൾ അതിൽ അതിശക്തമായ വെളിച്ചം കാരണം നോക്കുന്നവരുടെ കണ്ണുകളെ അമ്പരിപ്പിക്കുന്ന ഒരു മുദ്ര ഉണ്ടായിരുന്നു. ഹമല ബനി വനാവലഹു ലിസ്വാഹിബിൽ ത്വഷ്തി വ അന അൻദുറു ഇലൈഹി. ഞാൻ നോക്കി നിൽക്കെ അദ്ദേഹം എൻ്റെ മകനെ എടുത്ത് ആ പച്ച മരതകപാത്രം കയ്യിലുള്ളയാൾക്ക് നൽകി. ഫഗസലഹു മിൻ ദാലിക്കൽ മാഇൽ ലദീ ഫിൽ ഇബ്രീഖി 7 മർറാത്ത്. അയാൾ ആ കൂജയിലെ വെള്ളം കൊണ്ട് എൻ്റെ മകനെ 7 തവണ കഴുകി ശുദ്ധീകരിച്ചു. ثم قال لصاحب اختم بين كتفيه بخاتم النبوة. പിന്നീട് അദ്ദേഹം കൂട്ടുകാരനോട് പറഞ്ഞു, ഇവൻ്റെ 2 തോളുകൾക്കിടയിൽ പ്രവാചകത്വത്തിൻ്റെ മുദ്ര പതിപ്പിക്കുക. ഫഹുവ ഖാതമുൻ നബിയ്യീന വസയ്യിദു അഹ്ലിസ് സമാവാതി വൽ അർളി അജ്മഈൻ.
കാരണം ഇദ്ദേഹമാണ് പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനും ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടികളുടെയും നേതാവും. വഖീല ലമ്മാ ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമദത്തിൽ കല്ലൈലതനാറു ഫാരിസ ബഅദൽ ദിറാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിയിൽ പേർഷ്യയിലെ കൊടുമ്പിരി കൊണ്ട് കത്തിയിരുന്ന അഗ്നി ആറിത്തണുത്തു കെട്ടുപോയി എന്ന് പറയപ്പെടുന്നു. വലം തക്കുൻ ഖമദത്ത് ഖബ്ല ദാലിക ബിഅൽഫയാം. ആ തീയണയൽ അതിനു മുമ്പ് 2000 വർഷങ്ങളായി ഒരിക്കലും സംഭവിച്ചിട്ടില്ലായിരുന്നു. 2000 വർഷം കൊണ്ട് കത്തിക്കൊണ്ടിരുന്ന തീ അവരുടെ ആരാധ്യ വസ്തുവായ തീ വെക്കന്നണഞ്ഞുപോയി. വർത്തജ്ജ ഈവാനും കിസ്റ വസഖത്തത് മിൻഹു 14 സുറഫ. കിസ്റ രാജാവിൻ്റെ പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം ശക്തമായി കുലുങ്ങുകയും അതിൻ്റെ 14 ഗോപുരങ്ങൾ തകർന്നു വീഴുകയും ചെയ്തു. വഗാലത്ത് ബുഹൈറത്തു സാവാ. സാവാ തടാകത്തിലെ വെള്ളം വറ്റി വരണ്ടുപോയി. വസ്ബഅത്ത് അസ്നാമു ദുനിയ കുല്ലുഹാ മങ്കൂസ. ലോകത്തിലെ മുഴുവൻ വിഗ്രഹങ്ങളും തലകീഴായി മറിഞ്ഞു വീണ അവസ്ഥയിലായി. വറുമിയത്ത് ഷയാത്തീനു മിനസ്സമാഇ ബിശ്ശുഹുബ്. പിശാചുകൾ ആകാശത്തു നിന്ന് ഉൽക്കാപതനങ്ങളാൽ തുരത്തപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്ത് മലക്കുകൾ വന്ന് അവിടുത്തെ പരിശുദ്ധമായ വെള്ളത്തിൽ 7 തവണ കഴുകി ഇരുതോളുകൾക്കുമിടയിൽ അന്ത്യപ്രവാചകൻ എന്ന് തെളിയിക്കുന്ന ഖാതമുൻ നുബുവ്വത്തിൻ്റെ മുദ്ര പതിക്കുന്ന സംഭവം വിവരിക്കുന്നു. കൂടാതെ ലോകത്തുണ്ടായിരുന്ന സത്യനിഷേധത്തിൻ്റെയും അജ്ഞതയുടെയും ശക്തികളെ തകർത്തുകൊണ്ട് പേർഷ്യയിൽ 2000 കൊല്ലം അണയാതിരുന്ന തീ അണഞ്ഞതും രാജകൊട്ടാരം കുലുങ്ങിയതും ലോകത്തെ വിഗ്രഹങ്ങൾ തലകീഴായി വീണതും പ്രവാചകത്വത്തിൻ്റെ ആഗമനത്തെ വിളംബരം ചെയ്ത അത്ഭുതങ്ങളാണ്. അടുത്ത വരികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.